നടിയെ ആക്രമിച്ച കേസിൽ അഴകുഴമ്പൻ വർത്തമാനങ്ങളുടെ പരമ്പരയാണ് ഇന്നുമുണ്ടായത്. നിലപാടില്ലാത്തവരുടെ നിലപാടുകൾ തുടരെ ഈ ദിവസങ്ങളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. താരസംഘടന അമ്മയുടെ തലപ്പത്തുള്ള സ്ത്രീകൾക്കും ദിലീപിന്റെ കാര്യത്തിൽ നിലപാട് ദിലീപിന്റെ പുതിയ ചിത്രത്തിന്റെ പേര് പോലെയാണ്. കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ വെളുപ്പിക്കൽ ശ്രമങ്ങളുമായി പുതിയ ചിത്രത്തിന്റെ PR വർക്കുകൾ സോഷ്യൽ മീഡിയയിലും സജീവമാകുന്നു. ദിലീപിനെതിരെ സംസാരിച്ചവരെ ഇകഴ്ത്തിക്കാട്ടാനുള്ള PR ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ആദ്യം RD Extra. അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് പറയും, കോടതി വിധിയെ മാനിക്കുന്നുവെന്ന് വ്യക്തമാക്കും, ഒപ്പം ദിലീപിന് കൂടി നീതി കിട്ടിയെന്ന് പറയും. ഇങ്ങനെ അതിജീവിതയ്ക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ച് ദിലീപിനൊപ്പം നിൽക്കുന്നവരുടെ ഒരു നീണ്ട നിരയാണ് നടി ആക്രമിച്ച കേസിലെ കോടതി വിധിക്ക് ശേഷം കേരളം കണ്ടത്. അതിൽ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ഉണ്ട്. ദിലീപിനെ ചേർത്തു പിടിച്ച് തിരികെ അംഗമാക്കാനുള്ള വ്യഗ്രതയിലാണ് സിനിമാ സംഘടനകൾ. കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ ഇനി അതേക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് സംഘടനകളുടെ എല്ലാം നിലപാട്. താരസംഘടനയുടെ തലപ്പത്തുള്ളവർ പോലും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ ഇതുവരെയും സ്വാഗതം ചെയ്തിട്ടില്ല. ചില താരങ്ങൾ വ്യക്തിപരമായി അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഒഴിച്ചാൽ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെ പോലുള്ളവർ പരസ്യമായി തന്നെ ദിലീപിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു. വിവാദമായതോടെ അതിജീവിതയ്ക്കൊപ്പമെന്ന് പറഞ്ഞ് യൂടേൺ അടിച്ചെങ്കിലും ഉള്ളിലിരിപ്പ് ആദ്യം തന്നെ പുറത്തു വന്നു. അതിനിടെ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ആരാധകരുടെ പതിവിനപ്പുറമുള്ള ആഘോഷ പ്രകടനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. വേട്ടയാടപ്പെട്ടവന്റെ തിരിച്ചുവരവെന്ന രീതിയിലാണ് PR പ്രൊമോഷനുകൾ. എന്നാൽ ചിത്രം ബഹിഷ്കരിച്ച് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരും അത്ര തന്നെയുണ്ട്. RD Extra ന്യൂസ് മലയാളം. കോടതിയെല്ലാം ശരിയായി മനസ്സിലാക്കി എന്നാണ് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സണും അമ്മ ജനറൽ സെക്രട്ടറിയുമായ കുക്കു പരമേശ്വരൻ പറഞ്ഞത്. സത്യനന്ദിക്കാടിന്റെ പ്രതികരണത്തിലും ദിലീപിനോട് ആയിരുന്നു അനുഭാവം. എന്നാൽ അതിജീവിതയ്ക്കൊപ്പമെന്ന് ജോയ് മാത്യു പ്രഖ്യാപിച്ചു. സർക്കാർ അപ്പീലിന് പോകുന്നത് നല്ല കാര്യമാണ് എന്ന് നടൻ ടൊവിനോ തോമസും പറഞ്ഞു. അത് കോടതി കണ്ടെത്തിയ കുറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തിനാ മറക്കുന്നത്? അത് എനിക്കെതിരായാലും എനിക്കല്ലാതെ ആയാലും കോടതി എന്താണോ പറയുന്നത് അത് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരുപാട് തെളിവുകളും സാക്ഷികളും അല്ലെങ്കിൽ രേഖകളൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണെന്ന് പറയാനായിട്ട് നമ്മളല്ല. എനിക്ക് അറിയാവുന്നത് കോടതിക്ക് അപ്പുറത്ത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി അതിന് എതിരഭിപ്രായമുള്ളവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാമല്ലോ. കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും, നമുക്ക് സന്തോഷമുണ്ടാവും. ഒരു ഇന്ത്യൻ പൗരനുള്ളിലേക്ക് ഇങ്ങനൊരു കോടതി വിധി വന്നു. അപ്പോൾ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ അപ്പീൽ പോകാനവർക്ക് സമയമുണ്ട്. പിന്നെ ഇനിയും കോടതികളുണ്ട്, ഹൈക്കോടതി ഉണ്ട്, ഡിവിഷൻ ബെഞ്ച് ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. നടി ആക്രമിച്ച കേസിൽ അപ്പീലിൽ പോകാനാണ് പറഞ്ഞത്. നല്ല കാര്യം. അതായത് ഞാനെന്ത് പറയാം, നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അത്രയും പോലും ചിലപ്പോൾ എനിക്ക് അറിയില്ലായിരിക്കും. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഇത് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷാവിധി നാളെയാണ്. കുറ്റക്കാർ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവരാണ്. വിചാരണ കോടതി വിധി ചോർന്നതായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിധിയുടെ വിശദാംശങ്ങളുമായി ഒരാഴ്ച മുമ്പ് സംഘടനയ്ക്ക് ഊമക്കത്ത് ലഭിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തും നൽകിയിട്ടുണ്ട്. സംഘടനയുടെ അറിവോടെയല്ല പ്രസിഡന്റ് കത്ത് നൽകിയത് എന്ന് ഇതിനിടെ മറ്റു ഭാരവാഹികൾ പറഞ്ഞിട്ടുമുണ്ട്. കുറ്റമുക്തനാക്കിയതിന് പിന്നാലെ എതിർ നിയമ നടപടിക്ക് ദിലീപ് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 2 തരത്തിലാണ്. സാധാരണ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ചെന്നുപെട്ടാൽ സിനിമാ നടന്മാരൊക്കെയോ സിനിമാ നടിമാരോ ഒക്കെ അവരുടെ PR സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. സിനിമാക്കാർ മാത്രമല്ല, ഇപ്പോൾ രാഷ്ട്രീയക്കാരും അത് പ്രയോജനപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആർക്കും അത് സാധ്യമാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ ഈ 2017 ശേഷം ഇങ്ങോട്ട് തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ ദിലീപിന് വേണ്ട ഒരു PR ഇടപെടൽ നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. ഇതിപ്പോൾ ഒരു സിനിമയുടെ റിലീസ് കൂടി, ദിലീപിൻ്റെ സിനിമയുടെ റിലീസ് കൂടി അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അതതിൻ്റെ എല്ലാ
സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നു. അതായത് ദിലീപിനെ എതിർക്കുന്നവരെ തെറിവിളിച്ചൊതുക്കാൻ, അല്ലെങ്കിൽ ഈ കോടതി വിധിയെ വിമർശിക്കുന്നവരെ തെറിവിളിച്ചൊതുക്കാനൊക്കെയുള്ള ആസൂത്രിതമായ ശ്രമം ആദ്യ ദിവസം ഉണ്ടായിരുന്നില്ല, രണ്ടാം ദിവസം അത് ആരംഭിച്ചു. പക്ഷേ അതത്ര ഏൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ശക്തമായി തന്നെ ആളുകൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉറപ്പായും ഇതിലിപ്പോൾ ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട നടിക്ക് അനുകൂലമായിട്ടും ദിലീപിന് അനുകൂലമായിട്ടും ഇരുവർക്കും പ്രതികൂലമായിട്ടും എല്ലാം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ പരസ്യമായൊരു പ്രതികരണമോ ഒരു വരി സോഷ്യൽ മീഡിയ പോസ്റ്റോ പോലും ഇടാതെ ഇപ്പോൾ നിലവിൽ മൗനം പാലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകൾ കൊണ്ട് എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് നമുക്കറിയാവുന്ന ഒരാൾ പൃഥ്വിരാജ് സുകുമാരനാണ്. ഇപ്പോൾ ഒരു പ്രതികരണം പോലും നടത്താത്ത പൃഥ്വിരാജ് സുകുമാരനെതിരെ ദിലീപ് അനുകൂലികളായ ആളുകൾ വിളിക്കുന്ന തെറിവിളികൾ എന്തോരം സൈബർ ആക്രമണമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ആളുകളിലെല്ലാം തന്നെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുന്നതിലൂടെ തന്നെ ഈ പറയുന്ന പ്രതികരണങ്ങൾക്കെല്ലാം ഇപ്പോൾ കുക്ക് നടത്തിയതാണെങ്കിലും അല്ലെങ്കിൽ സത്യനന്ദിക്കാട് നടത്തിയ പ്രതികരണമാണെങ്കിലും കഴിഞ്ഞ ദിവസം രഞ്ജി പണിക്കർ സിനിമാ ഡയലോഗ് വിധത്തിൽ പറഞ്ഞതാണെങ്കിൽ പോലും മുൻകാല പ്രാബല്യമുണ്ട്. അവർ ഈ കഴിഞ്ഞ 8 വർഷത്തോളം ദിലീപ് അനുഭവിച്ചതുപോലുള്ള മാനസിക സമ്മർദ്ദം അവരും അനുഭവിച്ചിരുന്നു എന്നാണ് ഞാനും കരുതുന്നത്. അങ്ങനെ പറയാൻ നിശ്ചയമായുമുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഞാൻ ആരോ എഴുതി കണ്ടതാണ്, ദിലീപിൻ്റെ പ്രതികരണത്തിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഇത്രയധികം 8 വർഷത്തോളം ചെയ്യാത്ത കുറ്റത്തിന് വേട്ടയാടപ്പെട്ടു അല്ലെങ്കിൽ ജയിലിൽ കിടന്നു എന്ന് തന്നെ വിചാരിക്കുക. ഈ കാര്യത്തിൽ കോടതി അതാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കോടതി വിധിയുടെ മെറിറ്റിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഒരു വിധത്തിലുള്ള വൈകാരികമായിട്ടുള്ള വർത്തമാനങ്ങളോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളോ ഒന്നും കടന്നു വരുന്നില്ല, ഇമോഷൻസ് ഒന്നും കടന്നു വരുന്നില്ല. വെൽ ഡ്രാഫ്റ്റഡായി, സണ്ണി ജോസഫ് പറഞ്ഞ പോലെ വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് അദ്ദേഹം കുറേ നാളുകളായി മനസ്സിലിട്ട് ഇങ്ങനെ ഒരുപക്ഷെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുകയാണ്. ഇപ്പോൾ ദിലീപിനെ കുറ്റക്കാരനാക്കുന്നതിലപ്പുറത്തേക്ക് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നടിയെ ആക്രമിച്ചതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അത് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന 6 ആളുകളോ മാത്രം എടുത്തിട്ടുള്ള തീരുമാനമല്ല എന്നുള്ളിടത്താണല്ലോ. അപ്പോൾ ദിലീപ് ഇത് ഇത്രയും നാളുകളായി മനസ്സിലിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ടിരുന്ന കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ പറയുന്ന ആളുകളും വളരെ കൃത്യമായി ശബ്ദമിടരാതെ കൃത്യമായി അവരുടെ നിലപാട് പറയുകയാണ്. അപ്പോൾ ഇതിന് പിന്നിലെല്ലാം ഹർഷൻ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒരു PR എക്സസൈസ് ഉണ്ട്. അതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ വൈറ്റ് വാഷ് അടിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള മുഴുവൻ ആളുകളുടെയും ലക്ഷ്യമെന്ന് ഞാൻ നിശ്ചയമായും കരുതുകയാണ്. അപ്പോഴും നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവൾക്കൊപ്പം അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം എന്ന് പറയുന്ന, അതായത് നമ്മൾ ഈ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ വാളുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലും നമുക്കെതിരെയും ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്, ഏത് വിധത്തിലാണ് ഈ ആക്രമണങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള തിരക്കഥയാണ് എന്ന് നിശ്ചയമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ അത് ഒരു വാണിജ്യ സംരംഭമാണല്ലോ. നിശ്ചയമായും ഒരു വാണിജ്യ സംരംഭം എന്ന നിലയിൽ അത് സ്വീകരിക്കാനോ തള്ളിക്കളയാനോ ഉള്ള അവകാശം ആളുകൾക്കുണ്ട്, പ്രേക്ഷകർക്കുണ്ട്, സിനിമ കാണുന്ന ആളുകൾക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന് നിശ്ചയമായും തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. അവർ കൃത്യമായ ആ തീരുമാനം എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലേ? റൈറ്റ്. ഇതിപ്പോൾ ഈ കുക്കു പരമേശ്വരൻ്റെ പ്രതികരണമൊന്നും കണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അതെ, അതായത് അന്ന് ഈ മുകേഷും ഗണേഷ് കുമാറും ഒക്കെ മാധ്യമങ്ങളോട് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദിലീപിന് വേണ്ടി ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊപ്പം ചേർന്ന് മാധ്യമപ്രവർത്തകരെ കൂവി വിളിച്ചയാളാണ് കുക്കു പരമേശ്വരൻ. അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും ഞാൻ അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കോടതി എല്ലാം ശരിയായി നിരീക്ഷിച്ചു എന്ന് തന്നെയാണ് അവർക്കും കരുതാനാവുക. അങ്ങനെ തന്നെ കരുതട്ടെ. പക്ഷേ ഇതിനകത്ത് പ്രശ്നം, വിധിയുടെ വിശദാംശങ്ങൾ ഇനി പുറത്തു വരും വൈകാതെ. ഇപ്പം നാളെ ഈ ശിക്ഷ വിധിക്കും, അതിനുശേഷം കോടതി വിധിയുടെ വിശദാംശങ്ങൾ വരും, ഈ പകർപ്പ് ലഭിക്കും. അപ്പോൾ ആ ഗൂഢാലോചനയിൽ എന്താണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്? അതായത് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കോടതി കരുതുന്നുണ്ടോ, അതല്ല ഗൂഢാലോചനയേ ഇല്ല എന്നാണോ കോടതി കണ്ടെത്തുന്നത് എന്നറിയാനുള്ള വലിയ കാത്തിരിപ്പിലാണ് ഞാൻ. ഗൂഢാലോചനയുണ്ട് എന്നാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ ഗൂഢാലോചനക്കാരെ കണ്ടെത്തിയേ മതിയാകൂ എന്ന സ്ഥിതിയുണ്ടല്ലോ. ആ അപ്പീലിന് പിന്നീട് സർക്കാർ അപ്പീൽ പോകും എന്ന് പറയുന്നു. സത്യത്തിൽ വിധി വന്നതിന് ശേഷം അത് പഠിച്ചിട്ടാണ് അപ്പീൽ എന്നതൊക്കെ തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ അപ്പീൽ പോകാൻ തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സർക്കാർ ആലോചിക്കുന്ന സ്ഥിതിക്ക് ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക്, അല്ല ഈ അപ്പീലിൻ്റെ പ്രസക്തി കൂടുതൽ ശക്തിപ്പെടുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിധിയിൽ
ഗൂഢാലോചനയുണ്ട് എന്ന് കോടതി കണ്ടെത്തിയാൽ, അതല്ലാതെ എങ്ങനെ കോടതിക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ള സംശയമാണ് എനിക്ക്. കാരണം അവിടെ ഈ പൾസർ സുനിക്ക് ഇങ്ങനെയൊരു അതിക്രമം കാണിക്കുന്നതിന്, ഇങ്ങനെയൊരു ക്രൈം കാണിക്കുന്നതിന് വേണ്ടി ബാക്കി 5-6 പേര് ചേർന്നിട്ട് വെറുതെ അങ്ങ് കൂട്ടുനിന്നു എന്ന് നമ്മളൊക്കെ അങ്ങ് വിശ്വസിക്കണോ? ഒരു ഗൂഢാലോചനയും ഇല്ലാതെ ഇത് സംഭവിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരു വെളിപാട് പോലെ ഇത് ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കണോ? എന്തായാലും അങ്ങനെയല്ലല്ലോ. മാത്രമല്ല, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ കമ്മ്യൂണിക്കേഷനും, പുറത്തു വന്ന വിവരങ്ങൾ, ദിലീപിൻ്റെ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ, ഇവരുടെ PR നീക്കങ്ങൾ, ഇതെല്ലാം മാത്രമല്ല എന്തായിരിക്കും അതിജീവിത ചെയ്യുന്നത്, അതായത് അതിജീവിത ചെയ്യേണ്ടിയിരുന്നത് എന്ന ഒരു ദിലീപിൻ്റെ ചിന്ത പിന്നീട് മനോരമ ഓൺലൈനിലൂടെ പുറത്തു വരുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ മട്ടിൽ ഒക്കെ സംഭവിച്ചത് ഒരു ഗൂഢാലോചനയുടെയും ബാക്കിയല്ല എന്ന് എന്തായാലും കോടതി കരുതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലും നമ്മൾ ആ വിധിയെ വിമർശിക്കാം എന്നതിനപ്പുറം ആ ന്യായാധിപയെ വിമർശിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. വിധി വരട്ടെ, അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാം ആ ഗൂഢാലോചനയെക്കുറിച്ച് എന്താണ് ഇവരുടെ വിലയിരുത്തലെന്ന്. അതിനുശേഷം ആ നിലപാട് കർശനമാക്കാം. എന്തായാലും ശരിയായി വിലയിരുത്തി എന്ന് കുക്കു പരമേശ്വരൻ പറയുന്ന മട്ടിൽ നമ്മളിപ്പോൾ ഉദാരമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ചില നടന്മാർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് അവർക്ക് പറയാവുന്നത്ര പറഞ്ഞ 2 പേരുണ്ട്. ഒന്ന് ആസിഫ് അലിയാണ്, പിന്നെ ഇപ്പോൾ ടോവിനോ. ഇവരൊക്കെ അതായത് നായക നിരയിൽ നിൽക്കുന്ന നടന്മാരിൽ അങ്ങനെ പറഞ്ഞു. ഇവരാദ്യവും ഈ നിലപാടെടുത്തിരുന്നവരാണ്, ആ നിലപാടിലൊന്നും വിട്ടുവീഴ്ച ഇല്ലാതിരുന്നവരാണ്. അപ്പോൾ 2017 മുതൽ ഈ നിലപാട് ആവർത്തിച്ച് പറയുന്നതാണ് ആസിഫ് അലിയൊക്കെ. അപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ അങ്ങനെ തന്നെയാണ്. ഇവർക്കെല്ലാം എതിരെ ശക്തമായ ആക്രമണം നടക്കുന്നുണ്ട്. അത് കേവലം ഫാൻസ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു ആക്രമണമായി ഞാൻ കരുതുന്നില്ല. അപ്പോൾ കരുതുന്നില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ കൃത്യം ഏതൊക്കെ പേജുകളിൽ നിന്നാണ് ഈ ചീത്തവിളി വരുന്നത്, ഇവർക്കെതിരെ തെറിവിളി വരുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഞാൻ വെറുതെ എല്ലാ AI ടൂളുകളോടും വെറുതെ ചോദിച്ചു, ഇതൊക്കെ കാണുന്ന സമയത്ത് എന്ത് തോന്നുന്നു, ഒരു PR നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന്. ആർക്കും ഒരു സംശയമില്ല. അതായത് ഈ AI പോലും ഒരു സംശയമില്ല, തീർച്ചയായും എന്നാണ് എല്ലാവരുടെ ഉത്തരം. നല്ല PR നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള PR അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ആക്രമണത്തിൽ ഇവരെ ഈ വിധിയെ വിമർശിക്കുന്നവർക്കെതിരെ, അല്ലെങ്കിൽ ദിലീപിൻ്റെ നിലപാടിനെ വിമർശിക്കുന്നവർക്കെതിരെ, ദിലീപിൻ്റെ നിലപാടിനെതിരെ നിൽക്കുന്നവർക്കെതിരെ ഒരു PR ആക്രമണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ AI ടൂളുകളും പറയുന്നുണ്ട് എന്ന്. അപ്പോൾ അതാണ് ഇപ്പോൾ തൽക്കാലം സ്ഥിതി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് മാത്രമല്ല, ഇതിനകത്ത് വിമർശിക്കപ്പെടാതെ പോയ കുറേ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് വരുമ്പോൾ ദിലീപിൻ്റെ അറസ്റ്റിലേക്ക് പോയതിന് തൊട്ട് പിന്നാലെ ബി സന്ധ്യ IPSന് ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരെ സ്ഥലം മാറ്റുന്ന സാഹചര്യം, ചുമതലയിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ B രാമൻപിള്ളയിലേക്ക് അന്വേഷണം എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ വരികയും വാർത്ത ഒരുപക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തേക്കാമെന്ന മട്ടിലൊക്കെയുള്ള വാർത്തകൾ വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോഴത്തെ ADGP ആയിരിക്കുന്ന ശ്രീജിത്തിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുന്നത്. ഇതൊക്കെ ചെയ്തതും ഈ സർക്കാരാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ഈ സർക്കാരാണെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ കൂടി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും ഈ വിധി വരുമ്പോൾ വിമർശന വിധേയമായി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ അത് പൊതുവെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. അത് സ്വാഭാവികമാണ്, ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ കാരണം അതിനപ്പുറത്തുള്ള കുഴപ്പങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം എനിക്കിതിനകത്ത് തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ അടൂർ പ്രകാശൊക്കെ പരസ്യമായി ആദ്യം തന്നെ ദിലീപിന് പിന്തുണയുമായി വന്ന് ജയ് വിളിക്കുന്നു, നന്നായി വിമർശനം ഏറ്റുവാങ്ങുന്നു, കോൺഗ്രസ് തന്നെ അതിൻ്റെ പാപഭാരം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ ഇപ്പുറത്ത് വിമർശന വിധേയമാക്കപ്പെടേണ്ട, മെറിറ്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും കൊണ്ടുപോകാൻ ഇവർക്കാർക്കും പറ്റിയിട്ടുമില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ സമ്മതിക്കുന്നുമില്ല. എല്ലാം ഏറ്റുവാങ്ങുകയാണ്. അതാണ് അവസ്ഥ. എന്തായാലും ഈ PR പടങ്ങളുടെ അക്ഷൗണികൾ അണിനിരക്കുന്ന ഒരു വമ്പൻ പ്രതിച്ഛായ നിർമ്മിതിയാണ് ഇനി ദിലീപും അയാളുടെ ക്യാമ്പും ലക്ഷ്യം വയ്ക്കുന്നത്. പൂർണ്ണ തോതിൽ അതിൻ്റെ കോപ്പുകൂട്ടൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം ഇതുവരെ എതിർത്ത് നിന്നവരെ ലക്ഷ്യമിടുകയും ചെയ്യുന്നു. കോടതി വിധിക്ക് ശേഷം പുറത്തു വന്ന ഉടൻ മഞ്ജുവിന് എതിരായ ഡോഗ് വിസിൽ അതിൻ്റെ ആദ്യ പടിയായിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കപ്പടകളെയും PR സംഘങ്ങളെയും ഉപയോഗിച്ച് തുടർച്ചയായ കണ്ടന്റുകൾ, പുതിയ സിനിമയുടെ ട്രെയിലർ തരുന്ന സൂചനയും വൈറ്റ് വാഷിംഗ് ആണ്. ഒപ്പം സിനിമാ സംഘടനകളെയും താരങ്ങളെയും എല്ലാം ഉപയോഗിച്ചുള്ള വെള്ളപൂശൽ നീക്കം സജീവമാക്കുകയാണ്. മലയാള സിനിമ മുറിച്ചു കിടന്ന മോശം ശീലങ്ങളുടെ ഒരു കാലം വീണ്ടും തുടങ്ങുന്നു എന്നാണ് നിലവിൽ കരുതാനാവുക. വിചാരണ കോടതി വെറുതെ വിട്ടെങ്കിലും നിയമയുദ്ധം തുടരുമെന്ന് സർക്കാരും അതിജീവിതയും വ്യക്തമാക്കിയിട്ടുണ്ട്. മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്നതോടെ ദിലീപ് വീണ്ടും കുറ്റാരോപിതനായി മാറും. ഇനിയും വ്യക്തമായ ഉത്തരമില്ലാത്ത ഒരു പിടി ചോദ്യങ്ങളും സംശയങ്ങളും സന്ദേഹങ്ങളും സമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതിലുപരി
ഇയാൾ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതി തന്നെയാണെന്ന് കൂടി RDX ഓർമ്മിപ്പിക്കുന്നു.